തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പതറാതെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതിന് ഏറ്റവും വലിയ തെളിവാണ് അടുത്ത മാസം നടക്കാൻ പോകുന്ന ഭാരത് ജോഡോ യാത്ര. അതെ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രണ്ടാം ഭാരത് ജോഡോ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. യാത്രയുടെ ഭാഗമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളുമായി രാഹുലിന്റെ കൂടിക്കാഴ്ച തുടങ്ങിക്കഴിഞ്ഞു. ഹിന്ദി ഹൃദയഭൂമിയിലെ 3 സംസ്ഥാനങ്ങളിലേറ്റ പരാജയം പ്രവർത്തകരിൽ സൃഷ്ടിച്ച നിരാശ നീക്കുന്നതിനായി രാഹുൽ ഗാന്ധി കൂടുതൽ ഊർജത്തോടെ ഈ യാത്രയുമായി മുന്നോട്ടു പോകും. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഉയർത്തിക്കാട്ടിയാകും ഈ യാത്ര. തൊഴിലില്ലായ്മ പ്രധാന വിഷയമായി കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റ് ആക്രമണത്തിലെ രാഹുലിന്റെ പ്രതികരണം. മോദിയുടെ നയങ്ങളാണ് രാജ്യത്തെ തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയത്. പാർലമെന്റിൽ കണ്ടത് തൊഴിൽ രഹിതരുടെ അമർഷത്തിന്റെ പുക എന്നായിരുന്നു രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ തൊഴിലില്ലായ്മ ആയുധമാക്കണമെന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് എംപിമാരെ അറിയിച്ചു കഴിഞ്ഞു. ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് 14 സംസ്ഥാനങ്ങളിലെ തൊഴിലില്ലായ്മ നിരക്ക്. ഇവയിലേറെയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെ കൂടി സഹകരിപ്പിച്ചുള്ള യാത്രയ്ക്കാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അരുണാചൽ പ്രദേശ്, മിസോറാം, അസമിന്റെ കിഴക്കൻ പ്രദേശം എന്നിങ്ങനെ 3 ഇടങ്ങളാണ് യാത്ര തുടങ്ങുന്നതിനായി ആലോചിക്കുന്നത്. കാൽനടയായും വാഹനത്തിൽ സഞ്ചരിച്ചും മുന്നോട്ടു പോകുന്ന യാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ മാർഗം കൂടിയാകും. രണ്ടാം ഭാരത് ജോഡോ യാത്ര എന്ന പേരിന് തന്നെയാണ് ഇവിടെ മുൻതൂക്കം. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുന്ന യാത്രയായതിനാൽ പുതിയ പേര് സ്വീകരിക്കണമെന്നും അഭിപ്രായമുണ്ട്. അതേസമയം മുൻപ് നടന്ന രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയ ജോഡോ യാത്ര കർണാടകയിലെ കോൺഗ്രസ് വിജയത്തിൽ നിർണായകമായെന്ന് കണക്കുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. യാത്ര കടന്നുപോയ 51 മണ്ഡലങ്ങളിൽ 36 കോൺഗ്രസിന് വിജയിക്കാനായി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരി മുതൽ കശ്മീർ വരെ 4000 കിലോമീറ്റർ പിന്നിട്ട 145 ദിവസത്തെ യാത്ര 2022 സെപ്റ്റംബർ 30-നാണ് കർണാടകയിൽ പ്രവേശിച്ചത്. ഒക്ടോബർ 23 വരെയാണ് യാത്ര കർണാടകയിലൂടെ കടന്നുപോയത്. ചാമരാജനഗർ, മൈസൂർ, മാണ്ഡ്യ, തുംകൂർ, ചിത്രദുർഗ, ബെല്ലാരി, റായ്ചൂർ എന്നീ 7 ജില്ലകളിലൂടെയാണ് ഭാരത് ജോഡോ യാത്ര കടന്നുപോയത്. ആകെയുള്ള 224 മണ്ഡലങ്ങളിൽ 51 എണ്ണവും ഈ ജില്ലകളിലാണ്. അതിൽ 36 എണ്ണത്തിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. റായ്ചൂർ ജില്ലയിലെ 7 സീറ്റുകളിൽ 4 കോൺഗ്രസ് വിജയിച്ചു. ബെല്ലാരിയിലെ 5 മണ്ഡലങ്ങളും കോൺഗ്രസ് തൂത്തുവാരി. ചിത്രദുർഗയിലെ 6 മണ്ഡലങ്ങളിൽ 5 കോൺഗ്രസ് തന്നെയാണ് വിജയിച്ചത്. തുംകൂരിലെ 11 മണ്ഡലങ്ങളിൽ 6 കോൺഗ്രസ് വിജയിച്ചു. മാണ്ഡിയിലെ 7 മണ്ഡലങ്ങളിൽ 5 വിജയിച്ചത് കോൺഗ്രസ് തന്നെയായിരുന്നു. മൈസൂരുവിലെ 11 മണ്ഡലങ്ങളിൽ 8 കോൺഗ്രസ് വിജയിച്ചു കയറി. ചാമരാജനഗറിലെ 4 മണ്ഡലത്തിൽ 3 കോൺഗ്രസ് ആണ് വിജയിച്ചത്. അതേസമയം അന്നത്തെ യാത്രയിൽ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടും യോഗ്യനാണെന്നും 2024 ഒരു 3ാം മുന്നണിയും വിജയിക്കില്ലെന്നും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞതും ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു. വിദ്വേഷവും ഭയവും നീക്കുകയാണ് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയുടെ ലക്ഷ്യമെന്നും പ്രതിപക്ഷ പാർട്ടികളെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ബാനറിന് കീഴിൽ ഒന്നിപ്പിക്കുകയല്ലെന്നും റാവത്ത് പറയുകയുണ്ടായി. താൻ പ്രധാനമന്ത്രിയാകാൻ തയ്യാറല്ലെന്ന് രാഹുൽ തന്നെ പറയാറുണ്ടെങ്കിലും ആളുകൾ അദ്ദേഹത്തെ ഉന്നത പദവിയിൽ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റു മാർഗമൊന്നുമില്ലെന്ന് റാവത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരം പ്രസ്താവനകൾ രാഹുൽ ഇന്നും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന ജോഡോ യാത്രയിലും രാഹുലിന് വലിയ പ്രതീക്ഷയാണുള്ളത്.